എല്ലാവർക്കും നമസ്കാരം. ഒത്തിരി സന്തോഷം ഇന്ന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ. അതിനുള്ള എല്ലാ സ്റ്റേജിലും പോയി പറയാനുണ്ടോ, ശരിക്കും കുറച്ചും കൂടി ഒരു ഇരട്ടി സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം മഞ്ജു ചേച്ചിയുടെ ഒരു കുറേ വർഷത്തെ ഒരു ഡ്രീമായിരുന്നു ഈ ഒരു സ്ഥാപനം. അതോടൊപ്പം തന്നെ ആ ഒരു സ്വപ്നം എപ്പോഴും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. കാരണം ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്ന ഒരു 7-8 വർഷങ്ങൾക്ക് മേളിലായിട്ടുണ്ട്. എൻ്റെ ഒട്ടുമിക്ക എല്ലാ ലുക്സിൻ്റെയും പിന്നിൽ പ്രവർത്തിച്ചേക്കുന്ന കരങ്ങൾ ചേച്ചിയുടേതാണ്. ചേച്ചിനെ എനിക്ക് തോന്നുന്നു ഇപ്പോഴും എനിക്ക് ചേച്ചി പറയാറുണ്ട്. കാരണം ചേച്ചി കഴിവുള്ള വ്യക്തിയാണ്. ഇന്റർനാഷണൽ ലെവലിലൊക്കെ പോയി ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അംഗീകാരങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യൂണിസെക്സ് സലൂണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ നെയിൽ ആർട്ടുണ്ട്, മൈക്രോ ബ്ലേഡിംഗ് ഉണ്ട്. അത് ഏറ്റവും മനോഹരമായിട്ട് വളരെ നാച്ചുറലായിട്ട് ചെയ്ത് കൊടുക്കും ചേച്ചി. അതേപോലെ അക്കാഡമി ഉണ്ട്, ഹെയർ എക്സ്റ്റൻഷൻ ഉണ്ട്. അങ്ങനെ വേണ്ട എല്ലാം ഒരു നിങ്ങളുടെ സൗകര്യത്തിന് കുറച്ചും കൂടി മാറ്റി കൂട്ടാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. അതാണ് ഏറ്റവും വലിയ ചേച്ചിയുടെ കാര്യമായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ചിട്ട് ഒരു ഫംഗ്ഷൻ പോകണമെങ്കിൽ ചേച്ചിയുടെ അടുത്ത് പറഞ്ഞു ചേച്ചി എനിക്ക് ഈ ഒരു ലുക്കാണ് വേണ്ടത്. മേക്കപ്പ് ആയാലും ഹെയർ ആയാലും എന്തായാലും 100% ചേച്ചിനെ വിശ്വസിച്ചത് ഏൽപ്പിക്കാം. ചേച്ചി അത്ര മനോഹരമായി മാറ്റും. എല്ലാവിധ ആശംസകളും. ചേച്ചി എപ്പോഴും എൻ്റെ ഒരു കുടുംബത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രത്യേക സന്തോഷമാണ് എനിക്കിവിടെ ഇരിക്കുമ്പോൾ. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ആരോഗ്യം ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു. ഡോക്ടർ ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു സന്തോഷം തരുന്ന ഒരു കാര്യം. എല്ലാവരുടെ ആശംസകളും നേരിടുന്നു. എല്ലാവരുടെയും പ്രത്യേകം സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. hairstyling എല്ലാ കോഴ്സസ് ഈ അക്കാഡമിയിൽ ഉണ്ട്. ഇന്റർനാഷണൽ ഹെയർ സ്റ്റൈലിംഗ് ആൻഡ് മേക്കപ്പ് അക്കാഡമിയിൽ. സോ വി ജസ്റ്റ് ഹേർഡ് ഫ്രം ഹണി റോസ്. എന്ന് പറയണോ നമ്മുടെ പേരും അല്ലേ, പേര് പോലെ തന്നെ മധു നിറഞ്ഞൊഴുകുന്ന ശബ്ദത്തിനുടമയായ സൗന്ദര്യത്തിനുടമയായ ഹണി റോസിന്റെ ശബ്ദം നമ്മൾ കേട്ടു അല്ലേ. ഹണി റോസ് എന്താണ് പറയാനുള്ളത് നമ്മൾ കേട്ടു. ഇനി നിങ്ങൾക്ക് ആരുടെ ശബ്ദമാണ് കേൾക്കണ്ടേ? ആരുടെയാണ് കേൾക്കണ്ടേ? പറയൂ. എത്രയൊക്കെ അലറണ്ടെന്ന് വിചാരിച്ചിട്ട് നടക്കില്ല. നിങ്ങൾ ഈ എനർജി കാണുമ്പം അറ്റ്ലീസ്റ്റ് അതിൻ്റെ ഒരു 1% എനിക്ക് തിരിച്ചു തന്നേ പറ്റൂ. കാരണം നിങ്ങളെയൊക്കെ ഓരോരുത്തരുടെയും സ്നേഹവും വോട്ടും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും കാരണം തന്നെയാണ് ഞാൻ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത്. സോ താങ്ക് യു സോ മച്ച്. കാരണം കൊച്ചു കുട്ടികൾ മുതൽ അമ്മമാർ മുതൽ നമ്മുടെ ചങ്കുകൾ എല്ലാവരും ഇവിടെ ഉണ്ട്. സോ ഇപ്പോഴും ബിഗ് ബോസ് കഴിഞ്ഞ് ഇപ്പോൾ ഒരു 5 മാസം ആവാറായി. ഇപ്പോഴും നിങ്ങളൊക്കെ എന്നെ ഓർത്തിരിക്കുന്നുണ്ടല്ലോ. ഓക്കെ, സോ മഞ്ജു കല്യാൺ നമ്മുടെ സലൂൺ യൂണിസെക്സ് സലൂണിന്റെ ഇനോഗ്രേഷന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്. സോ അപ്പം മഞ്ജു ഒരു സെലിബ്രേറ്റിംഗ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. ഓക്കെ, സോ അപ്പം എന്താ പറയാ, പുള്ളിക്കാരിനെ ഈ ഒരു യൂണിസെക്സ് സലൂണിന് എൻ്റെ എല്ലാവിധ വിഷസും ഞാൻ അറിയിക്കുന്നു. സോ അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു എന്താ പറയുക, എല്ലാവരും വന്ന് എന്താ പറയുക നല്ല ഡിസ്കൗണ്ട് കൊടുക്കണം എൻ്റെ പേരിൽ. ഓക്കെ, സോ ഇതിൽ എന്നെ ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്? താങ്ക് യു.
ഡയലോഗ് പറയണോ? അല്ല, കാരണം പലരും ചോദിക്കാറുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ടും ഇപ്പോഴും എന്തിനാണ് ഞാൻ ഈ ഡയലോഗ് പറയുന്നത്. കാരണം നിങ്ങൾക്കൊക്കെ എന്നെ ബിഗ് ബോസിലൂടെ മാത്രമാണ് അറിയുന്നത്. സോ അപ്പം ഓരോ സ്ഥലത്തും ഇതേപോലെ വന്നാൽ മാത്രമേ എനിക്ക് നിങ്ങളെയൊക്കെ കാണാൻ പറ്റൂ. ഇപ്പൊ നിങ്ങൾ എന്നെ കാണാനല്ല, ഞാൻ നിങ്ങളെ കാണാനാണ് സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്നത്. അപ്പൊ ഡയലോഗ് പറയണോ? ഓക്കെ, ഉറക്കെ പറയണോ പയ്യെ പറയണോ? പറയട്ടെ. This is Dr. Robin Radhakrishnan. This is man. And this is what I do. Malayali parana Malayali. Thank you. Medias നമ്മുടെ എന്താ പറയുക ബൗൺസേഴ്സ് ബ്രദേഴ്സ് ഉണ്ട്. പിന്നെ എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്താ പറയാ, എല്ലാവർക്കും ഞാൻ സെൽഫി, നിങ്ങളോട് എനിക്കാണ് സെൽഫി എടുക്കുന്നത്. ഞാൻ എടുത്തിട്ടേ പോകുന്നുള്ളൂ. ഞാൻ കാണുന്നുണ്ട്. ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളോട് എല്ലാവരുടെയും വന്ന് സെൽഫി എടുത്തിട്ടേ പോകത്തുള്ളൂ. ഓക്കെ, എനിക്കാണ് നിങ്ങളോട് സെൽഫി എടുക്കേണ്ടത്. ഓക്കെ, സ്നേഹോപഹാരമുണ്ട്. ഗസ്റ്റ് ആയിട്ട് വന്ന് ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ട്. ഓർമ്മയുണ്ടാവില്ലായിരിക്കും, പക്ഷെ എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. ഇനി വരാനിരിക്കുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? Can you please അത് പ്രത്യേകം പറയണം. കാരണം 21-ാം തീയതി മോൺസ്റ്റർ റിലീസ് ചെയ്യാണ്. ലാൽ സാറിൻ്റെ മൂവിയാണ്, വൈശാഖ് സാറിൻ്റെ മൂവിയാണ്. എല്ലാവരും പറ്റുവാണെങ്കിൽ തീർച്ചയായും കാണണം. നല്ലൊരു ഫിലിമായിരിക്കും. പിന്നെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തെലുങ്ക് മൂവിയാണ്, ബാലകൃഷ്ണ സാറിൻ്റെ മൂവിയാണ്. നാദേഷോട് നന്ദി. എല്ലാവിധ ആശംസകളും. നമുക്ക് ഹരിദാസിനൊരു ഓൾ ദി ബെസ്റ്റ് പറഞ്ഞാലോ? എന്തൊക്കെ വരാനിരിക്കുന്ന സിനിമകളെ പറ്റി പറഞ്ഞു. ആൻഡ് വാട്ട് അബൌട്ട് യു? ഏതെങ്കിലും സിനിമയുടെ ഭാഗമാവാൻ പോവുകയാണോ? അതോ വേറെ ഏതെങ്കിലും പ്രോജക്ട്സ് എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? Just please share with us. Everyone is very much eagerly waiting. Okay. First of all, അണീന് ഞാൻ ഈ ഒരു ബൊക്കെ കൊടുക്കാൻ പോവുകയാണ്. കൊടുക്കട്ടെ? ഓക്കെ ഓക്കെ. സോ സിനിമയിൽ എന്താ പറയുക, എനിക്ക് സിനിമയായിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല. ഐ മീൻ സിനിമയിൽ പറയുന്നതൊക്കെ എന്താ പറയുക, ഒരു ഗോഡ് ഫാദറോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ സർക്കിളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ മാത്രമാണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി, സിനിമയിലേക്കുള്ള എൻട്രിയും കാര്യങ്ങളും. അതും വലിയ ബാനേഴ്സ് ആയിട്ടുള്ള ഗോകുലം പിക്ചേഴ്സും സന്തോഷ് ശ്രീ ഗുരുവിള സാറിൻ്റെ ബാനറും. ഐ മീൻ ഇതിലെല്ലാത്തിലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന, ഐ മീൻ എന്താ പറയുക, സിനിമയിലേക്ക് ഡെബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ ഏറ്റവും വലിയ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ സ്നേഹവും സപ്പോർട്ടും കാരണം മാത്രമാണ്. അടുത്ത മാസം ഒരു മൂവിയുടെ ലോഞ്ച് ഉണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു.
ഞാൻ ഒരു ബേസിക്കലി ഡോക്ടറാണ്. അപ്പോൾ ആക്ടിങ് കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയത്തില്ല, പക്ഷെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഒരു പക്ഷേ തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളെ വീട്ടിൽ ഒരു അംഗത്തെ പോലെ കണക്കാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യോ? ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തോ ഇല്ല, ഞാൻ കാണാറുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ നിൽക്കുന്ന ഓരോരുത്തരും കണ്ടിട്ടുണ്ട്, ഞാൻ മാത്രമേ കാണാത്തുള്ളൂ. എനിക്ക് ഉറപ്പറിയാൻ പറ്റില്ല. സോറി. ഇവിടെ നിൽക്കുന്ന ഓരോ പ്രേക്ഷകർക്കും 200 മാർക്സ് അവർ തരും. Yes, ribbon cutting and mother ribbon cutting. Okay.